യുടെ മുൻ എപ്പിസോഡ് മതം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സർക്കാർ പാഠപുസ്തകങ്ങളെ കുറിച്ചായിരുന്നു. ചരിത്ര വിവരണത്തിന്റെ ഉള്ളടക്കവും സമഗ്രതയും കാത്തുസൂക്ഷിക്കാതെ വ്യാജമായ മതചരിത്രം പഠിപ്പിക്കാൻ ഉപയോഗിച്ച +1 പാഠപുസ്തകത്തിലെ 4-ാം അധ്യായമായിരുന്നു പഠനവിധേയമായത്. പ്രസ്തുത അധ്യായത്തിലെ കുരിശ് യുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പൂർണ്ണമായും വസ്തുതാവിരുദ്ധവും മതതാൽപര്യങ്ങളുടെ സംരക്ഷണത്തിനായി മെനഞ്ഞെടുത്ത പച്ചക്കള്ളങ്ങളുമാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും. പാഠപുസ്തകത്തിലെ വക്രീകരിച്ച ചരിത്രം പോലെ തന്നെ പ്രധാനമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഈ വിഷയത്തിലെ തൽപര കക്ഷികളുടെ കുപ്രചരണങ്ങളും. കുരിശ് യുദ്ധങ്ങൾ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ മേധാവിത്വത്തിനു വേണ്ടി നടത്തിയ അധിനിവേശ ശ്രമമായിട്ടാണ് ഇക്കൂട്ടർ നിരന്തരമായി വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കുരിശ് യുദ്ധങ്ങളുടെ കാരണങ്ങളും ചരിത്രവും അനന്തരഫലങ്ങളും നിഷ്പക്ഷമായി ചരിത്രം പഠിക്കുന്നവർക്ക് ഇപ്പോഴും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കുരിശ് യുദ്ധങ്ങളുടെ ചരിത്രം പരിശോധിക്കുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. +1 ചരിത്ര പാഠപുസ്തകത്തിൽ കുരിശ് യുദ്ധത്തെ തികച്ചും സത്യവിരുദ്ധമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കുരിശ് യുദ്ധം എന്ന തലക്കെട്ടിന് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ചിലത് ഇങ്ങനെയൊക്കെയാണ്. 1. വ്യാപാരികൾ, തീർത്ഥാടകർ, സഞ്ചാരികൾ, അംബാസഡർമാർ എന്നീ നിലകളിൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ സാഹസിക സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ക്രിസ്ത്യാനികൾക്കെല്ലാം രാഷ്ട്രം സംരക്ഷണം നൽകിയിരുന്നു. 2. ക്രിസ്ത്യാനികൾക്ക് ഏറെ പ്രിയപ്പെട്ട സ്ഥലമായിരുന്ന ജെറുസലേമിൽ അവർക്ക് സ്വന്തം മതാചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ള എല്ലാ സൗകര്യവും ഖലീഫമാർ ഒരുക്കി കൊടുത്തു. 3. എന്നാൽ ക്രിസ്ത്യൻ രാജവംശങ്ങൾ തങ്ങളുടെ മേധാവിത്വം സ്ഥാപിക്കാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകി. 11-ാം നൂറ്റാണ്ടോടുകൂടി അവരുടെ മുസ്ലിം വിരോധം ശക്തമായി. 4. പുരോഹിത വർഗവും സൈനികരും രാഷ്ട്രീയ സ്ഥിരത ഉറപ്പിക്കാനും വ്യാപാരവും കൃഷിയും വഴി സാമ്പത്തിക വളർച്ച നേടാനും ശ്രമിച്ചു വരികയായിരുന്നു. പുരോഹിതന്മാർ പ്രഭുക്കന്മാരെ ഇസ്ലാമിനെതിരെ സംഘടിപ്പിക്കുകയും അവർക്കെതിരെയുള്ള യുദ്ധം വിശുദ്ധ യുദ്ധമായി അവതരിപ്പിക്കുകയും ചെയ്തു. 5. ഈ യുദ്ധത്തിൽ സംഭവിക്കുന്ന മരണം രക്തസാക്ഷിത്വമായി പുരോഹിതന്മാർ പ്രഖ്യാപിച്ചു. അങ്ങനെ ഫ്യൂഡലിസവും പൗരോഹിത്യവും ഒറ്റക്കെട്ടായി. ഫ്യൂഡലിസത്തിന് അങ്ങനെ ദൈവത്തിന്റെ തീട്ടൂരവും ലഭിച്ചു. ഇങ്ങനെ എത്രയോ വലിയ പച്ച കള്ളങ്ങളാണ് മുതിർന്ന ഒരു ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. ഇത്രമാത്രം പക്ഷപാതപരമായി ചരിത്രത്തെ നോക്കിക്കാണാൻ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന പാഠപുസ്തകങ്ങൾ കൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പാഠപുസ്തകത്തിൽ പറയുന്നത് പോലെ ഏത് മുസ്ലിം രാഷ്ട്രങ്ങളിലാണ് ക്രിസ്ത്യാനികൾക്ക് സംരക്ഷണം നൽകപ്പെട്ടിരുന്നത്? 6-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം ആവിർഭവിക്കുന്നതിന് മുൻപ് ക്രൈസ്തവ രാഷ്ട്രങ്ങളായിരുന്ന മധ്യപൂർവ്വ ദേശങ്ങളിലെ ക്രൈസ്തവ സഭകൾക്ക്, ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക്, അവരുടെ രൂപതകൾക്ക്, അവിടങ്ങളിലെ മെത്രാപ്പോലിത്താമാർക്കും മെത്രാന്മാർക്കും സന്യാസികൾക്കുമൊക്കെ എന്തു സംഭവിച്ചു? ജെറുസലേമിൽ ക്രൈസ്തവർക്ക് ആരാധനയ്ക്ക് സ്ഥലമൊരുക്കി കൊടുത്തു എന്ന് പഠിപ്പിക്കുന്ന പാഠപുസ്തകം ജെറുസലേം ആക്രമിച്ച് കീഴടക്കി ക്രൈസ്തവരുടെ വിശുദ്ധ സ്ഥലങ്ങൾക്കുമേൽ മോസ്കുകൾ പണി കഴിപ്പിച്ച കാടത്തരത്തെ കുറിച്ച് മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്രകാരം പിടിച്ചെടുക്കപ്പെടുകയും അശുദ്ധമാക്കുകയും അവിടങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തിയിരുന്ന ക്രൈസ്തവരെ ആക്രമിക്കുകയും ചെയ്ത ഇസ്ലാമിക ഭരണ ക്രൂരതകൾക്കെതിരെ നടന്ന യുദ്ധങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രീയ സ്ഥിരത ഉറപ്പിക്കാനും മേധാവിത്വം സ്ഥാപിക്കാനും വേണ്ടി ഇസ്ലാമിനെതിരെയുള്ള യുദ്ധമായി തീരുന്നത്? ചരിത്രത്തോട് ഈ പാഠപുസ്തകം ചെയ്യുന്ന മഹാ അപരാധത്തിന് കാലം മാപ്പ് നൽകുമോ? ഈ നുണകൾ കുട്ടികളെ പഠിപ്പിക്കുന്ന രാത്രികളിൽ മനസാക്ഷി കുത്തില്ലാതെ കിടന്നുറങ്ങാൻ കേരളത്തിലെ ചരിത്രാധ്യാപകർക്ക് സാധിക്കുമോ? ഈജിപ്ത്, സിറിയ, പാലസ്തീന, ഇന്നത്തെ തുർക്കി ആയ ഏഷ്യ മൈനർ, മെസപ്പൊട്ടോമിയ എന്നിവിടങ്ങളിലെ മിക്കവാറും എല്ലാവരും തന്നെ ക്രൈസ്തവരായിരുന്നു. 7-ാം നൂറ്റാണ്ട് വരെ അവയെല്ലാം ക്രൈസ്തവ രാജ്യങ്ങളായിരുന്നു എന്ന് തന്നെ പറയാം. ആ കാലഘട്ടത്തിൽ
പേർഷ്യൻ റോമൻ അതിർത്തികളിലൂടെ അലഞ്ഞു നടന്നിരുന്ന അറബികളിൽ മിക്കവരും ക്രൈസ്തവരായി തീർന്നിരുന്നു. പക്ഷേ അവരുടെ ആരാധനാ ഭാഷയും സുറിയാനി തന്നെയായിരുന്നു. മുഹമ്മദിന്റെ കാലത്ത് പോലും ബൈബിൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരുന്നില്ല. അറബി നാടുകളിൽ ക്രൈസ്തവ സത്യവിശ്വാസം പ്രസംഗിക്കപ്പെടാനുള്ള അവസരവും ഉണ്ടായിരുന്നില്ല. അതേസമയം തന്നെ അറബികളുമായി ബന്ധമുണ്ടായിരുന്ന ക്രൈസ്തവർ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ ആ ക്രൈസ്തവരാകട്ടെ പാഷണ്ഡത നിറഞ്ഞ ചിന്താധാരകളാണ് പുലർത്തിയിരുന്നത്. അറബി നാടുകൾക്ക് പുറത്ത് ക്രൈസ്തവ സാന്നിധ്യമുണ്ടായിരുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും കച്ചവടാർത്ഥം യാത്ര ചെയ്തിരുന്ന മുഹമ്മദ് ദൈവവിശ്വാസം സംബന്ധിച്ച് അറബികളുമായി ബന്ധമുണ്ടായിരുന്ന ക്രൈസ്തവ പാഷണ്ഡതകളാണ് പരിചയപ്പെട്ടിരുന്നത്. അതിനാലാകാം ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിക്കുന്ന പല ഇസ്ലാമിക പരാമർശങ്ങളും അടിസ്ഥാനപരമായി ബൈബിളിലെ ചരിത്രവുമായും വചനങ്ങളുമായും യാതൊരു വിധത്തിലും ഒത്തുപോകാത്തത്. കാലിഫ് ഓത്മാന്റെ കാലത്താണ് ഖുറാന്റെ ഔദ്യോഗിക പതിപ്പുണ്ടായത്, അതായത് 7-ാം നൂറ്റാണ്ടിൽ. പക്ഷേ ക്രൈസ്തവ വിശ്വാസത്തെ പറ്റി വ്യക്തമായ അറിവുള്ളതിന്റെ യാതൊരു ലക്ഷണവും അതിലുണ്ടായിരുന്നില്ല. യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നുള്ളവയല്ല, മറിച്ച് ഈശോയുടെ മരണശേഷം 3-4 നൂറ്റാണ്ടുകളിൽ വിവിധ ദേശങ്ങളിൽ ഉണ്ടായ അപ്രാമാണിക ഗ്രന്ഥങ്ങളിലെ കഥകളാണ് ഖുറാന്റെ വിവരണങ്ങളിൽ ക്രൈസ്തവ വിശ്വാസമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മരുഭൂമിയിൽ പനമരത്തിന്റെ കീഴിൽ മറിയം യേശുവിനെ പ്രസവിച്ചു എന്ന കഥ, മരം കുലുക്കി ഈന്തപ്പഴം പറിക്കാൻ ദൂതൻ മറിയത്തിന് നൽകുന്ന നിർദ്ദേശം, സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം ഇറക്കിക്കൊടുക്കൽ എന്നിങ്ങനെയുള്ള കഥകളെല്ലാം ഇത്തരം പിൽക്കാലത്തുണ്ടായ അപ്രാമാണിക ഗ്രന്ഥങ്ങളിലെ ഭാവനാകൽപിത കഥകൾ മാത്രമാണ്. അബൂബക്കർ, ഓമർ, ഓത്മാൻ, അലി എന്നിവർ മുഹമ്മദിന്റെ ബന്ധുക്കളും അടുത്ത പിൻഗാമികളുമാണ്. 636 യാർമുക് യുദ്ധത്തിൽ അറബികൾ ബൈസൈൻഡൈൻകാരെയും കദീസിയായിൽ വെച്ച് പേർഷ്യക്കാരെയും തോൽപ്പിച്ചു. യുദ്ധാനന്തരം ഓമർ ജെറുസലേമിലെ മോസ്ക് പണി കഴിപ്പിച്ചു. കീഴടങ്ങിയ ക്രിസ്തീയ നഗരങ്ങളുമായി അറബികൾ സന്ധി ഉണ്ടാക്കി. അറബികളല്ലാത്ത ക്രിസ്ത്യാനികളെയും യഹൂദരെയും സംരക്ഷിത പ്രജകൾ അല്ലെങ്കിൽ ദിമ്മികൾ എന്ന നിലയിലേക്ക് താഴ്ത്തി. സംസ്കാര സമ്പന്നരായിരുന്ന സുറിയാനി ക്രിസ്ത്യാനികളെ കാടന്മാരായ അറബികൾ സാവധാനം ക്രൂരമായി പീഡിപ്പിക്കാൻ ആരംഭിച്ചു. ഒമ്മയിഡ്, അബ്ബസിഡ് കാലിഫേറ്റുകളുടെ കാലത്ത് ഭീമമായ നികുതി ഭാരവും അസമത്വങ്ങളും നീതി നിഷേധവും ക്രൈസ്തവർ അനുഭവിച്ചു. 2ാം തരം പൗരന്മാരായി കണ്ട് ക്രിസ്ത്യാനികളെ തരം താഴ്ത്തുന്ന നിയമങ്ങളും നിലപാടുകളുമായിരുന്നു എല്ലായിടങ്ങളിലും എല്ലാ കാലങ്ങളിലും മുസ്ലിം ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നത്. ക്രിസ്ത്യാനികൾക്കെല്ലാം മുസ്ലിം രാഷ്ട്രങ്ങൾ സംരക്ഷണം നൽകിയിരുന്നു എന്ന് പാഠപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിച്ചാൽ ക്രിസ്ത്യാനികൾ അവർക്കിടയിലേക്ക് അഭയാർത്ഥികളായി കടന്നു ചെന്നതാണ് എന്ന് തോന്നും. നിരന്തരമായ യുദ്ധങ്ങളിലൂടെ പിടിച്ചെടുത്ത ക്രൈസ്തവ രാഷ്ട്രങ്ങളിൽ മതം വ്യാപിപ്പിക്കാൻ അക്രമത്തിന്റെ ഏതു രൂപവും സ്വീകരിക്കാൻ മടിയില്ലാത്ത ക്രൂരന്മാരായിരുന്നു അവർ. മുസ്ലിങ്ങൾ യുദ്ധത്തിലൂടെ പിടിച്ചെടുത്ത തങ്ങളുടെ ദേശത്ത് തന്നെ ക്രൈസ്തവരെ 2ാം തരം പൗരന്മാരായിട്ടാണ് കരുതിയിരുന്നത്. അവർക്ക് നൽകപ്പെട്ടിരുന്ന ഓമന പേര് മാത്രമായിരുന്നു സംരക്ഷിത പ്രജകൾ അഥവാ ധിമ്മികൾ എന്നത്. മദീനായിലെ ക്രൈസ്തവരെ തുരത്തുകയും കൊല്ലുകയും ചെയ്തുകൊണ്ടാണ് ഇസ്ലാം ശക്തി പ്രാപിച്ചത്. ഇസ്ലാം സ്വീകരിക്കുന്നവരോട് മാത്രമായിരുന്നു അവർ കരുണ കാട്ടിയത്. അറബികളെല്ലാം തന്നെ ഇസ്ലാം സ്വീകരിച്ചു. സ്വീകരിക്കാൻ വിസമ്മതിച്ചവരെ തരം താഴ്ത്തി. തുടർന്ന് മുസ്ലിങ്ങളല്ലാത്തവരോട് അറബികൾ ജിഹാദ് പ്രഖ്യാപിച്ചു. ഇസ്ലാം അല്ലാത്തവരെ അവിശ്വാസികളായി കണ്ട അറബികൾ അവരെ വിശ്വാസികളാക്കി മുസ്ലിം നിയമം നടപ്പാക്കുന്നതിനെയാണ് ജിഹാദ് എന്ന് വിളിച്ചത്. അത് വിശുദ്ധ യുദ്ധമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. ബാക്കി എല്ലാവർക്കും അത് കൊടും ക്രൂരതയുടെയും വംശഹത്യയുടെയും നിർബന്ധിത മതപരിവർത്തനത്തിന്റെയും പര്യായ പദം മാത്രമായിരുന്നു. സിറിയ, പാലസ്തീന പ്രദേശങ്ങളിലെ ഗാസ, ജാഫ, കേസറിയ, നബ്ലൂസ്, ബെത്ഷയ നഗരങ്ങളും മെസൊപ്പൊട്ടോമിയൻ പ്രദേശങ്ങളും ഈജിപ്തും ബഹ്നേസ, ഫ, അബ്വ പ്രദേശങ്ങളും സിലീഷ്യ, എവുക്കൈത്ത,
അർമേനിയ, ദ്വിൻ, സൈപ്രസ്, കാർത്തേജ്, അനറ്റോളിയൻ നഗരങ്ങൾ, പെർഗാമം, സാർദിസ്, ഗാംഗ്ര, നിക്കിയ, അലെപ്പോ, അന്ത്യോക്യ, സ്റ്റെസിഫൺ, കോൺസ്റ്റാൻസിയ, പാത്തോസ്, ജർണീഷ്യ, സാമസോട്ട, കോൺസ്റ്റാന്റിനോപ്പിൾ, അതിന്റെ സമീപ നഗരങ്ങൾ, അർമേനിയൻ കപ്പദോച്ചിയൻ പ്രദേശങ്ങൾ, സ്പെയിനിൽ താവളമടിച്ചുകൊണ്ട് അവിഞ്ഞോൺ വരെയുള്ള ഫ്രഞ്ച് പ്രദേശങ്ങൾ, അങ്ങനെ അറബികളുടെ യുദ്ധവും കൊള്ളയും കൊള്ളിവെപ്പും മൂലം നശിച്ചില്ലാതായ രാജ്യങ്ങളും പ്രദേശങ്ങളും അനവധിയാണ്. ഇവിടങ്ങളിലെല്ലാം ഇസ്ലാം മതം അവർ അടിച്ചേൽപ്പിച്ചു. ഇസ്ലാം സ്വീകരിക്കാത്തവരെ കൂട്ടത്തോടെ വധിച്ചു. ഇസ്ലാം സ്വീകരിക്കാൻ സമ്മതിക്കാത്തവരെ അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോകലായിരുന്നു മറ്റൊരു ക്രൂരത. അങ്ങനെ അടിമകളാക്കപ്പെട്ടവർ ചന്തകളിൽ കന്നുകാലികളെ പോലെ വിൽക്കപ്പെട്ടു. ക്രിസ്ത്യാനികളെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ സംരക്ഷിച്ചു എന്ന പാഠപുസ്തകത്തിലെ കറുത്ത ഫലിതത്തിന്റെ നേരറിയാൻ ഈ രാഷ്ട്രങ്ങളുടെയെല്ലാം മധ്യകാല ചരിത്രം ഓരോന്നായി എടുത്ത് പഠിച്ചാൽ മാത്രം മതി എന്നതാണ് സത്യം. ഇപ്പോഴും നിഷേധിക്കാനാവാത്ത വിധത്തിൽ ഈ പ്രദേശങ്ങളുടെ എല്ലാം സെക്യുലർ ചരിത്ര രചനയിൽ ഈ കിരാത കൃത്യങ്ങളുടെ ചോരപ്പാടുകൾ കാലത്തിനു പോലും മായ്ച്ചു കളയാനാവാത്ത വിധം കട്ടപിടിച്ച് കിടക്കുന്നുണ്ട്. ഈ ദുരന്ത ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് ക്രൈസ്തവർ നടത്തിയ യുദ്ധങ്ങളെ മനസ്സിലാക്കേണ്ടത്. തങ്ങൾ ചെയ്തു കൂട്ടിയ ക്രൂരതകളെയും ഇല്ലാതാക്കിയ ക്രൈസ്തവ സമൂഹങ്ങളെയും പിടിച്ചടക്കിയ ക്രൈസ്തവരുടെ വിശുദ്ധ നഗരങ്ങളെയും അവിടെ അനധികൃതമായി നിർമ്മിച്ച മറ്റ് ആരാധനാലയങ്ങളെയും കുറിച്ച് യാതൊന്നും പറയാതെ ക്രൈസ്തവരുടെ സാമ്രാജ്യത്വ മോഹവും ഇസ്ലാമിന്റെ ന്യായമായ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റവുമായി കുരിശുയുദ്ധത്തെ വ്യാഖ്യാനിക്കുന്നത് ചരിത്രത്തോടുള്ള കടുത്ത നീതികേടാണ്. 11-ാം നൂറ്റാണ്ടിലെ അൽ ഹാക്കിം എന്ന ഫാത്തിമിഡ് കാലിഫ് അതിക്രൂരമായി ക്രൈസ്തവരെ പീഡിപ്പിച്ചതിന്റെ ചരിത്രം ഇന്നും വ്യാപകമായി ലഭ്യമാണ്. സഭാസ്വത്തുക്കൾ കണ്ടുകെട്ടുകയും പള്ളികൾ തകർക്കുകയും കുരിശുകൾ കത്തിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു ഇദ്ദേഹം. പള്ളികൾക്ക് മുകളിൽ ചെറിയ മുസ്ലിം പള്ളികൾ സ്ഥാപിച്ചു. തിരുക്കല്ലറ ദേവാലയം 1009 തകർത്തു. ഏതാണ്ട് 30,000 പള്ളികൾ അയാൾ തകർക്കുകയോ കത്തിക്കുകയോ ചെയ്തിരുന്നു. 1021 അൽ ഹാക്കിം മരിച്ചപ്പോൾ അലെപ്പോയിലെ എമീർ സലിഹ് ഇബിൻ മിർദാസ് പാലസ്തീന കൈക്കലാക്കി. 1029 ഫാത്തിമിഡ് കാലിഫ് അത് വീണ്ടും തിരിച്ചു പിടിച്ചു. എന്നാൽ തിരുക്കല്ലറ ദേവാലയം പുതുക്കി പണിയാൻ പുതിയ കാലിഫ് ക്രൈസ്തവർക്ക് അനുവാദം കൊടുത്തു. തിരുക്കല്ലറ ദേവാലയത്തിലേക്കും ഇതര വിശുദ്ധ സ്ഥലങ്ങളിലേക്കും പാശ്ചാത്യ നാടുകളിൽ നിന്ന് തീർത്ഥാടനം പതിവായിരുന്നു. പക്ഷെ ഭീമമായ തുക നൽകിയിരുന്നെങ്കിൽ മാത്രമേ തീർത്ഥാടകർക്ക് അവിടേക്ക് പ്രവേശനം ലഭിച്ചിരുന്നുള്ളൂ. യാത്രാമധ്യേ ഉണ്ടായിരുന്ന കവർച്ചക്കാരുടെ ആക്രമണവും തീർത്ഥാടകരെ വലച്ചിരുന്നു. 11-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഇടപ്രഭുക്കന്മാർ ശക്തി പ്രാപിച്ചപ്പോൾ ഫ്രാൻസിലും സ്പെയിനിലുമൊക്കെയായി ദുർഭരണം നടത്തിയിരുന്ന മുസ്ലിങ്ങളിൽ നിന്ന് ആ നാടുകൾ തിരിച്ചു പിടിക്കാൻ അവർക്ക് സാധിച്ചു. സഭയെയും പാവപ്പെട്ടവരെയും തങ്ങളുടെ നാടിനെയും ആക്രമണകാരികളിൽ നിന്ന് രക്ഷിക്കാൻ ആ ക്രൂരർക്കെതിരെ പ്രഭുക്കന്മാർ നയിച്ച യുദ്ധങ്ങൾ വിശുദ്ധ യുദ്ധങ്ങൾ എന്നറിയപ്പെട്ടു. യൂറോപ്പിൽ നിന്ന് അക്രമകാരികളായിരുന്ന മുസ്ലിങ്ങളെ തുരത്തിയോടിക്കാൻ സാധിച്ചതിന്റെ പ്രചോദനമാണ് വിശുദ്ധ സ്ഥലങ്ങൾ വീണ്ടെടുക്കാൻ യുദ്ധം ചെയ്യാം എന്ന ആശയത്തിലേക്ക് അവരെ നയിച്ചത്. വിശുദ്ധ സ്ഥലങ്ങൾ വീണ്ടെടുക്കുന്നതിനും വിശുദ്ധ സ്ഥലത്തേക്കുള്ള തീർത്ഥാടനങ്ങൾ സുഗമമാക്കുന്നതിനും ആയുധമെടുക്കുന്നതിൽ തെറ്റില്ല എന്ന ചിന്ത പരക്കെ വ്യാപിച്ചുകൊണ്ടിരുന്നു. ഈ ആശയത്താൽ പ്രേരിതരായി നോർമൻകാർ സിസിലിയിൽ നിന്ന് അറബികളെ തുരത്തി. ഇറ്റാലിയൻ പ്രഭുക്കന്മാർ 1087 ഉത്തര ആഫ്രിക്കയിലെ കൊള്ളക്കാരുടെ പട്ടണമായിരുന്ന മഹ്ദിയ ആക്രമിച്ച് നശിപ്പിച്ചു. അങ്ങനെ വിശുദ്ധ യുദ്ധം എന്ന ആശയം പാശ്ചാത്യ ക്രൈസ്തവ സമൂഹം ഉൾക്കൊള്ളുന്ന സാഹചര്യം രൂപപ്പെട്ടു. നീതിക്കും സമാധാനത്തിനും വേണ്ടിയുള്ളതായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ യുദ്ധങ്ങൾ. മറ്റുള്ളവരുടേത് പിടിച്ചെടുക്കുന്നതിനോ വംശഹത്യ നടത്തുന്നതിനോ മതപ്രചരണത്തിനോ ആയിരുന്നില്ല ഈ യുദ്ധങ്ങൾ എന്നത് ജിഹാദിൽ നിന്നുള്ള ഈ യുദ്ധങ്ങളുടെ അടിസ്ഥാനപരമായ വ്യത്യാസത്തെ സൂചിപ്പിക്കുന്നു. 1095 നവംബർ 27-ന്
ഒരു സൂനഹദോസിൽ വെച്ച് ഊർബൻ രണ്ടാമൻ മാർപ്പാപ്പ കുരിശ് യുദ്ധത്തിന് ആഹ്വാനം ചെയ്തു. യുദ്ധം എന്നതിനേക്കാൾ ക്രൈസ്തവരുടെ വിശുദ്ധ നാടുകളിലേക്കുള്ള തീർത്ഥാടനം എന്ന ആശയമായിരുന്നു അദ്ദേഹം മുന്നിൽ വെച്ചത്. ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നവർ മറ്റു പ്രായശ്ചിത്ത കർമ്മങ്ങളിൽ നിന്ന് വിമുക്തരായിരുന്നു. തീർത്ഥാടനത്തെ തടയുന്നവരോട് ഏറ്റുമുട്ടി മരണമടഞ്ഞാൽ അത് രക്തസാക്ഷിത്വമായി പരിഗണിക്കപ്പെടുമായിരുന്നു. ഇപ്രകാരം വിശുദ്ധ നാടുകളിലേക്ക് തീർത്ഥാടനം നടത്താൻ താല്പര്യമുള്ളവർ പ്രതിജ്ഞ ചെയ്യുകയും തങ്ങളുടെ വസ്ത്രത്തിൽ കുരിശടയാളം തുന്നിച്ചേർക്കുകയും ചെയ്യേണ്ടിയിരുന്നു. ഈ കുരിശുകളിൽ നിന്നാണ് ക്രൈസ്തവ തീർത്ഥാടനത്തിന്, വിശുദ്ധ നാടുകളിലേക്കുള്ള ക്രൈസ്തവ തീർത്ഥാടനത്തിന് കുരിശ് യുദ്ധം എന്ന പേര് ലഭിക്കുന്നത്. അല്ലാതെ ഈ യുദ്ധങ്ങൾ കുരിശ് കയ്യിൽ പിടിച്ചുകൊണ്ട് നടത്തിയ യുദ്ധങ്ങളായിരുന്നതിനാലല്ല. മുസ്ലിം ക്രൂരതകൾക്കെതിരെ ഫ്രാൻസിലും സ്പെയിനിലും സിസിലിയിലും വരിച്ച നേട്ടങ്ങൾ ഈ പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കാൻ അനേകർക്ക് പ്രേരണയായി തീർന്നു. ഈ തീർത്ഥാടനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഊർബൻ രണ്ടാമൻ മാർപ്പാപ്പ കൃത്യമായി വിശദീകരിച്ചിരുന്നു. അതിക്രൂരമായ ഇസ്ലാമിക സാമ്രാജ്യത്വ വ്യാപനം തടയുക, സെല്യൂക്ക് തുർക്കികൾ അശുദ്ധമാക്കിയ ജെറുസലേമും മറ്റു വിശുദ്ധ സ്ഥലങ്ങളും അവരിൽ നിന്ന് മോചിപ്പിക്കുക, പൗരസ്ത്യ ക്രൈസ്തവരെ ഇസ്ലാമിന്റെ പിടിയിൽ നിന്ന് വിമോചിക്കുക, അങ്ങനെ വിശുദ്ധ നാടുകളിലേക്കുള്ള തീർത്ഥാടനം എളുപ്പമാക്കി തീർക്കുക എന്നിവയായിരുന്നു അവ. പ്രായശ്ചിത്ത പ്രവർത്തികളുടെ ആവശ്യകതയും സഹനത്തോടുണ്ടായിരിക്കേണ്ട ഭാവാത്മകമായ സമീപനവും മാർപ്പാപ്പ അവരെ ഓർമ്മിപ്പിച്ചു. മാത്രവുമല്ല, ഏറ്റവും വിശുദ്ധമായ ആഗ്രഹങ്ങളോടെ മാത്രമേ ഈ തീർത്ഥാടനം ഏറ്റെടുക്കാവൂ എന്നും മാർപ്പാപ്പയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ വിശുദ്ധ നാടുകളിലേക്കുള്ള തീർത്ഥാടനങ്ങളെല്ലാം തന്നെ യുദ്ധങ്ങളായി പരിണമിച്ചു. ഏറ്റവും കുറഞ്ഞത് 8 കുരിശ് യുദ്ധങ്ങളെങ്കിലും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആദ്യത്തെ കുരിശ് യുദ്ധം 1096 മുതൽ 99 വരെ ആയിരുന്നു. രണ്ടാമത്തേതും മൂന്നാമത്തേതും 12-ാം നൂറ്റാണ്ടിലും ബാക്കി 5 13-ാം നൂറ്റാണ്ടിലുമായിരുന്നു. ഒന്നാമത്തെ കുരിശ് യുദ്ധം അത്ഭുതകരമായ വിജയമായിരുന്നു. നിക്യായും അന്ത്യോക്യായും ജെറുസലേമും തീർത്ഥാടകർ ഇസ്ലാം അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. എന്നാൽ അവയിലൊന്ന് വീണ്ടും മുസ്ലിങ്ങൾ പിടിച്ചെടുത്തതിനെ തുടർന്ന് നടന്ന രണ്ടാം യുദ്ധത്തിൽ തീർത്ഥാടകർ ദയനീയമായി പരാജയപ്പെട്ടു. പിടിക്കപ്പെട്ടവരെല്ലാം ദയനീയമായി വധിക്കപ്പെട്ടു. സുൽത്താൻ സലാദിൻ ജെറുസലേം വീണ്ടും പിടിച്ചടക്കിയതിനെ തുടർന്ന് നടന്ന മൂന്നാമത്തെ കുരിശ് യുദ്ധത്തിൽ സൈപ്രസും ഇപ്പോഴത്തെ ഇസ്രായേലിലുള്ള അക്രയും മോചിപ്പിച്ചുകൊണ്ട് സുൽത്താനെ പരാജയപ്പെടുത്താൻ കുരിശ് യുദ്ധക്കാർക്ക് സാധിച്ചു. നാലാമത്തെ കുരിശ് യുദ്ധം മുസ്ലിങ്ങൾക്കെതിരെ എന്നതിനേക്കാൾ ബൈസന്റൈൻ ക്രൈസ്തവ നഗരമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന്റെ കീഴടക്കലിലേക്കാണ് തീർത്ഥാടകരെ നയിച്ചത്. തുടർന്ന് നടന്ന എല്ലാ കുരിശ് യുദ്ധങ്ങളും അമ്പേ പരാജയങ്ങളായിരുന്നു. ക്രൗര്യം നിറഞ്ഞ മുസ്ലിം കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ തീർത്ഥാടകർക്ക് കഴിയാതെ പോയി. ഭൂരിപക്ഷവും ദയനീയമായി വധിക്കപ്പെട്ടു. പിടിക്കപ്പെട്ടവരെല്ലാം അടിമകളാക്കപ്പെടുകയും വിൽക്കപ്പെടുകയും ചെയ്തു. മൂന്നാമത്തെ കുരിശ് യുദ്ധത്തിൽ തീർത്ഥാടകർ മോചിപ്പിച്ച അക്രെ 1291 മാംലുക് സുൽത്താനായിരുന്ന അൽ അഷ്റഫ് ഖലീൽ വീണ്ടും ആക്രമിച്ച് പിടിച്ചെടുത്തതോടെ മധ്യപൂർവ്വ ദേശത്തെ കുരിശ് യുദ്ധങ്ങൾക്ക് എന്നേക്കുമായി വിരാമമായി. പുരാതന ക്രൈസ്തവ ലോകത്തിന്റെ 2/3 11-ാം നൂറ്റാണ്ടായപ്പോഴേക്കും മുസ്ലിങ്ങൾ യുദ്ധത്തിലൂടെ കീഴ്പ്പെടുത്തിയിരുന്നു. പാലസ്തീന, സിറിയ, ഈജിപ്ത്, അനറ്റോളിയ തുടങ്ങിയ സുപ്രധാന പ്രദേശങ്ങളും അവയിലുണ്ടായിരുന്നു. വിശുദ്ധ നഗരങ്ങളെല്ലാം നീചമാം വിധത്തിൽ അശുദ്ധമാക്കപ്പെട്ടു. ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു. വിശുദ്ധ സ്ഥലങ്ങൾക്ക് മുകളിൽ മോസ്കുകൾ പണിതുയർത്തി. സമാനതകളില്ലാത്ത ക്രൂരതകൾ ദേശമെമ്പാടും അരങ്ങേറി. വിശുദ്ധ സ്ഥലത്തേക്കുള്ള തീർത്ഥാടകർ കൊള്ളയടിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ ക്രൂരതകളെയും അധിനിവേശങ്ങളെയും ചെറുത്ത് ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരുന്ന സാമൂഹികമായ അർബുദത്തിന് വിരാമമിടാൻ ക്രൈസ്തവ തീർത്ഥാടകർ ആയുധമെടുത്തതിനെയാണ് ചരിത്രത്തിൽ കുരിശ് യുദ്ധങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. തീർത്ഥാടകരിൽ നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ വീഴ്ചയുടെ ഫലങ്ങൾ അനുഭവിച്ചത് ക്രൈസ്തവ സഹോദരങ്ങൾ തന്നെയായിരുന്നു. ഇസ്ലാമിന്റെ അധിനിവേശത്തിനെതിരെ നടന്ന ചെറുത്തുനിൽപ്പിന്റെ ചരിത്രപരമായ ആ ശ്രമങ്ങൾ പക്ഷേ
ആത്യന്തികമായി വലിയ വിജയങ്ങളായിരുന്നില്ല എന്ന് പിൽക്കാല ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ യൂറോപ്പിലേക്കുള്ള ഇസ്ലാം വ്യാപനത്തിന് തടയിടുന്നതിൽ കുരിശുയുദ്ധങ്ങൾക്കും പങ്കുണ്ട്. 6-ാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ച് ഇന്നും വിവിധ ലോകരാജ്യങ്ങളിൽ തുടർന്നുകൊണ്ടിരുന്ന ഇസ്ലാമിക അധിനിവേശങ്ങളുടെയും ക്രൂരതകളുടെയും രക്തരൂക്ഷിതമായ ചരിത്രം മറച്ചുവെക്കാൻ ചെറുത്തുനിൽപ്പിന്റെ ശ്രമങ്ങളായിരുന്ന കുരിശുയുദ്ധങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ജിഹാദിന്റെ തന്നെ ആധുനിക രൂപമാണ് എന്ന് നാം തിരിച്ചറിയണം. ചരിത്ര സത്യങ്ങളെ തിരുത്തി എഴുതി നുണകൾ ആഖ്യാനം ചെയ്യുന്നിടത്ത് കാലം പോലും സ്തംഭിച്ചു നിൽക്കുകയാണ്. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും തിരുസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതൂ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.